ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ കോറികളെ പോലെയുള്ള കടപ്പെടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ കാണുന്ന മലനിരകളെല്ലാം തന്നെ ഇതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് കുന്നായിട്ട് മാറിയിട്ടുള്ളതാണ്. അതൊന്നും മലനിരകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. ഈ കാണുന്ന പ്രദേശത്തു നിന്നെല്ലാം കടപ്പക്കല്ല് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റുകളെല്ലാം തന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ നീട്ടി നീട്ടി തള്ളിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൂട്ടിയിട്ട ഈ ഒരു കൂമ്പാരത്തിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ശ്രദ്ധ പോയത്. അപ്പോഴാണ് അതുപോലത്തെ കാഴ്ചകൾ കാണാൻ സാധിച്ചത്. നമ്മൾ പോകുന്നത് ബലൂം കേവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ്. ബലൂം കേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിക്കടിയിലൂടെ കിലോമീറ്റർ കണക്കിന് ദൂരം ഗുഹയാണ്. പല ദിശയിലേക്കും തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള നിഗൂഢത നിറഞ്ഞൊരു ഗുഹ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനത്തെ ഒരു ഗുഹയാണ്. പഴയ കാലങ്ങളിൽ സന്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഗുഹ എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കിയത് വീടുകളെല്ലാം തന്നെ ഈ കടപ്പയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കടപ്പയിൽ നിർമ്മിക്കുമ്പോൾ മാക്സിമം എക്സ്പെൻസ് കുറക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. കാരണം ഇവിടെ അത് സുലഭമായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്ന റോഡിൻ്റെ സൈഡിലെല്ലാം തള്ളിയിട്ടുള്ളതെല്ലാം തന്നെ കടപ്പ കുഴിച്ചെടുത്തതിൻ്റെ വേസ്റ്റുകളാണ്. ഈ ഒരു കടപ്പ എടുക്കുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ് കിടങ്ങായിട്ട് എത്രയോ കിലോമീറ്റർ ദൂരം താഴ്ചയിലേക്ക് ഇത് താത്തി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് അവിടെ എല്ലാം തന്നെ വെള്ളമെല്ലാം കിട്ടിയ ഒരു സാഹചര്യമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കരിങ്കല്ല് ചെങ്കല്ലൊക്കെയാണ് എടുക്കുന്നത് എങ്കിൽ, നമ്മുടെ നാട്ടിലെ ഒരു സ്രോതസ് അതാണ് എങ്കിൽ, ഇവിടെ ഇതുപോലത്തെ കടപ്പക്കല്ലുകളാണ് കൂടുതലും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഭൂമിക്കടിയിൽ നിന്ന്. ഓരോ ഏരിയക്കും ഓരോ പ്രത്യേകതയാണല്ലോ. ചില ഏരിയയിൽ മീനിൻ്റെ വിഭവങ്ങളായിരിക്കാം കൂടുതൽ, അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളായിരിക്കാം. ചില ഏരിയയിൽ കരിങ്കല്ല് കോറികളായിരിക്കാം, ചില ഏരിയയിൽ ചെങ്കല്ല് കോറികളായിരിക്കാം. ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടപ്പയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുറ്റുപാടിലും ഒരുപാട് ഷോപ്പുകൾ ഇതുമായി ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കാണുന്ന മതിലുകളെല്ലാം തന്നെ ഈ ഒരു കടപ്പക്കല്ലിൻ്റെ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. വീടുകളും ഇതുപോലെ ഈ ഒരു കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നിപ്പോയി. കാരണം അതൊരു പ്രത്യേക ഡിസൈനാണല്ലോ. നമ്മളവിടെ ഈ ഒരു സാധനം കനം കുറഞ്ഞ നീളത്തിലുള്ള പീസ് ഉപയോഗിച്ചിട്ട് ചുമരിലേക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാഴ്ച കാണാറുണ്ട്. ഇപ്പം നമ്മളവിടെ ചെങ്കല്ലിലൊക്കെ അങ്ങനത്തെ പീസുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതന്നെ ഉപയോഗിച്ചിട്ട് വീട് കയറ്റി കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായി എന്നുള്ളതാണ്. അത് ഈ ഒരു ഏരിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഏരിയയിലൊന്നും അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഈ ഒരു സൈഡിലേക്കെല്ലാം നോക്കുമ്പോൾ ഇഷ്ടിക പോലത്തെ ചെറിയ ചെറിയ പീസുകളൊക്കെ അതുപോലെ മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രാക്ടറിലാണ് കൂടുതലും ഇങ്ങനത്തെ ലോഡുകളൊക്കെ വരുന്നതും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വീടുകളും ബിൽഡിങ്ങുകളും എല്ലാം കെട്ടുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണമായിരിക്കാം അത്. നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെയാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. റോഡുകളെല്ലാം തന്നെ മനോഹരമായിട്ടുണ്ട്. ഈ കാണുന്ന ചെടികൾക്കപ്പുറത്തെല്ലാം തന്നെ അതുപോലെ മാന്തിയെടുത്ത സ്ഥലങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഈ റോഡ് സൈഡിലെല്ലാം തന്നെ അതിൻ്റെ വേസ്റ്റുകൾ കൊടുന്നിട്ട് ഇങ്ങനെ കൂട്ടി കൂമ്പാരമാക്കിയിട്ടിട്ടുണ്ട്. റോഡ് സൈഡിൽ മാത്രമല്ല അതിൻ്റെ ഉൾഭാഗത്തേക്കും കണ്ണെത്താ ദൂരം കിലോമീറ്റർ കണക്കിനാണ് ഈ ഒരു സംഭവം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തുടക്കത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിങ്ങിലാണ് പിന്നീട് ഞാൻ നിർത്തിയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നോക്കാനുണ്ടായ കാരണം. ആ ഒരു ക്ഷേത്രം പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാ ഭാഗത്തു നിന്നും കടപ്പക്കല്ലുകൾ ഒരുപാട് മാന്തിയെടുത്തിട്ടുണ്ട്. ആ ഒരു മലയെ തന്നെ അങ്ങനെ തുറന്നെടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് ജനല്, വാതില് അല്ലെങ്കിൽ അലമറക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസുകളെല്ലാം തന്നെ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വേറെ തന്നെ പുറത്തുനിന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാണുന്ന സൂചകമാണ് ബലൂം കേവിൻ്റെ അടയാളം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്.